നഴ്സുമാരുടെ ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളോട് മുഖം തിരിച്ച കൊയിലി മാനേജ്മെന്റ് ഒടുവിൽ കീഴടങ്ങിയത് പ്രതിഷേധം കടുത്തപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ കൊയിലി ഹോസ്പിറ്റൽ ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളും സ്ഥലത്തെത്തി. ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഗംഗാധരൻ സമരക്കാരോട് തട്ടിക്കയറിയതും സ്ഥിതി സങ്കീർണമാക്കി. അല്ലാണ്ട് ഇതിനെ എന്താ ഒരക്കാ വിളിക്കണ്ടേ? എന്താ വിളിച്ചാ നീ ഉണ്ടാക്കൂ? ഇല്ല, നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടാ പറയുന്നത്. കൊയിലി ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ടായ ഡോക്ടർ പി.കെ. ഗംഗാധരൻ സമരം നടത്തുന്ന നഴ്സുമാരോട് പ്രകോപിതരായത് വലിയ ചർച്ചയായിരുന്നു. 6 ആശുപത്രികളിൽ ഒന്നിച്ചു തുടങ്ങിയ സമരം 5 തീർന്നിട്ടും കൊയിലി മാത്രം ഒപ്പിടാത്തത് ഡോക്ടർ ഗംഗാധരന്റെ നിലപാടിനെ തുടർന്നാണ് എന്നാരോപിച്ചാണ് കൊയിലിയിൽ നഴ്സുമാർ അദ്ദേഹത്തെ വളഞ്ഞത്. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് ഡോക്ടർ പി.കെ. ഗംഗാധരൻ പ്രകോപിതനായപ്പോൾ കയ്യാങ്കളിയുടെ വക്കോളം എത്തുകയും ചെയ്തിരുന്നു. ഈ വിഷയം മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെയാണ് കൊയിലിയിൽ യൂത്ത് ലീഗ് ഉപരോധ സമരം പ്രഖ്യാപിച്ചത്. പ്രവർത്തകർ കൊയിലി ആശുപത്രിയുടെ കവാടത്തിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഡോക്ടർ ഗംഗാധരന് കൊമ്പുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ജില്ലാ പ്രസിഡന്റ് കെ ഷിനാജ് പറഞ്ഞു. ഒരു കൊമ്പുമില്ല ഗംഗാധരൻ മുതലാളിക്ക്. അങ്ങനെ ഒരു കൊമ്പ് ഗംഗാധരൻ മുതലാളിക്കുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോഡിലിറങ്ങാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഈ സമരം യൂത്ത് ലീഗ് ഏറ്റെടുക്കുമെന്ന് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഗംഗാധരൻ മുതലാളി വിചാരിക്കേണ്ട, ഈ നഴ്സുമാർ സമരം ചെയ്താൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല. കാട്ടാമ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന കൊയിലി നഴ്സിംഗ് ഹോമിൽ നിന്ന് നഴ്സിംഗ് വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് ഞാൻ എന്റെ കച്ചവടം നടത്തിയിട്ട് ആശുപത്രി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഞങ്ങൾ തുച്ഛമായ ആളുകളെ കൊണ്ടുവന്ന് ഈ സമരത്തിന് സൂചന നൽകുന്നത് ഇതൊരു ആതുര സേവന കേന്ദ്രമായതുകൊണ്ടാണ്. സമരത്തിന് പിന്തുണയുമായി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി N. സുകന്യ തുടങ്ങിയവരും എത്തിയിരുന്നു. ഡോക്ടർ പി.കെ. ഗംഗാധരന്റെ നഴ്സുമാരോടുള്ള നിലപാട് ധിക്കാരപരമാണെന്ന് N. സുകന്യ പറഞ്ഞു. ഒരിക്കലും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകാൻ പാടില്ലാത്ത രൂപത്തിലുള്ള വളരെ മോശപ്പെട്ട വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള കടന്നാക്രമണമാണ് ഈ ഹോസ്പിറ്റലിൻ്റെ അധികാരികളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് സൂപ്രണ്ട് ഡോക്ടർ ഗംഗാധരൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള തന്നെ നിയമ നടപടികൾ അക്കാര്യത്തിലടക്കം ഉണ്ടാവേണ്ടതുണ്ട്. ഈ പ്രതിഷേധിക്കുന്ന കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന നഴ്സുമാർ നമ്മളെ സഹോദരിമാരാണ്. അവരുടെ ആവശ്യത്തെ ന്യായമായി കേൾക്കാനും അത് പരിഹരിക്കുന്നതിനും വേണ്ടി ഇടപെടുന്നതിന് പകരം തികച്ചും ധിക്കാരപൂർവമായിട്ടാണ് ഇന്നലെ അദ്ദേഹം ഇവിടെ പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ സ്ത്രീകളോട് ഈ രൂപത്തിൽ പെരുമാറുന്ന ഒരു കാര്യത്തെയും ഈ സമൂഹത്തിനകത്ത് അത് അനുവദിക്കാൻ കഴിയില്ല. ഇവർ തുടർന്ന് നടത്തുന്ന എല്ലാ സമരങ്ങൾക്കും ഞങ്ങളുടെ പിന്തുണയുണ്ടാവും. AIYF-ഉം ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ഇതിനിടയിൽ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആശുപത്രി മാനേജ്മെന്റ് കരാറിൽ ഒപ്പിട്ടിരുന്നു. സമരം ശക്തമായതോടെയാണ് മറ്റ് ആശുപത്രികൾ അംഗീകരിച്ച കരാറിൽ ഒപ്പുവെക്കാൻ കൊയിലി ആശുപത്രി അധികൃതരും നിർബന്ധിതരായത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.